ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈല ഷെരീഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അത് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവൽ 2 കപ്പോ ആവശ്യത്തിന് എടുക്കാം. ഇതൊരു പാനിലോട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് അരമുറി തേങ്ങ ചിരവിയതാണിത്, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമുമാണ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പാനിലോട്ട് തന്നെ 3/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ അഴുക്കുള്ള ശർക്കരയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് അവലും തേങ്ങയും കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇത് നേരത്തെ തേങ്ങയും അവലും വറുത്ത ആ പാനിലോട്ട് തന്നെ ഞാൻ അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച അവലും തേങ്ങയും മിശ്രിതവും കൂടെ ഇതിലോട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലോട്ട് ഒരു 5-6 ഏലക്ക പഞ്ചസാരയിൽ ഇട്ട് പൊടിയാൻ വേണ്ടി ഒരു അല്പം പഞ്ചസാരയിലിട്ട് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് ഇപ്പോൾ ചേർത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് യോജിപ്പിച്ച് ഇത്രയും സെറ്റായി വന്നാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാവും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ. നമുക്കൊരു ബൗളിലോട്ട്, നെയ്യ് തടവിയ ബൗളിലോട്ട് മാറ്റി നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി ഒരു 10 മിനിറ്റ് തണുത്ത് സെറ്റാവാൻ വേണ്ടി മാറ്റി വയ്ക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ല ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. നിങ്ങൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്സിനോടായിട്ട് നമ്മൾ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ തന്നെ നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.